Hello there, welcome to another video of Learn with Sow. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് STA3യുടെ എന്താണ് മൊഡ്യൂൾ 4 ആയിരുന്നു. മൊഡ്യൂൾ 4ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഡിസ്കസ് ചെയ്ത് കൂടുതലായിട്ടും എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെത്തേഡായിരുന്നു. ഓക്കെ, എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്താണ് ബീംസിൻ്റെ അനാലിസിസ് ആയിരുന്നു മെയിനായിട്ട് നോക്കിയത്. സോ അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബീംസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമ്മൾ നോക്കുന്നത് ഫ്രെയിംസ് ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം. അതിനകത്താണ് നമ്മൾ എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ ഉൾപ്പെടെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആസ്പെക്ട്സും ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന എന്താണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഫ്രെയിമിൻ്റെ അനാലിസിസ് ആയിരിക്കും നമ്മൾ നോക്കാം. സോ ഫ്രെയിമിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇവിടെ എന്താണ് ABC 3 ജോയിൻ്റ് ഉണ്ട്. അതിനകത്ത് എന്താണ് നമുക്ക് 2 സ്പാനായിട്ട് അല്ലേ, AB എന്ന് പറയുന്നൊരു സ്പാനുണ്ട്, അതുപോലെ BC എന്ന് പറയുന്നൊരു സ്പാനും ഉണ്ട്. ഓക്കെ, 2 ബീമായിട്ട് വേണമെങ്കിൽ കൺസ്യൂം ചെയ്യാം. അപ്പം BC എന്ന് പറഞ്ഞ സ്പാൻ നോക്കുവാണെങ്കിൽ അവിടെ കറക്റ്റ് മിഡ് പോയിന്റിലായിട്ട് ഓക്കെ അവിടെ എന്താണ് ഒരു 6 കിലോ ന്യൂട്ടൺ വേർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് BC എന്ന് പറയുന്ന സ്പാനിൽ. A നോക്കിയാലും C നോക്കിയാലും എന്താണ് രണ്ട് ഫിക്സഡ് സപ്പോർട്ടാണ്, വേറെ സപ്പോർട്ടുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്താണ് എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെങ്കിൽ എലമെൻ്റൽ സ്റ്റിഫ്നെസ് അപ്രോച്ച് നോക്കുവാണെങ്കിൽ വി കൻ നോ ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എന്താണ് ഫൈൻഡിങ് ഔട്ട് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, സോ ഇൻ ദിസ് കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ എത്ര വരും, 2 എൻഡ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്, ഈ ഒരു B എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് ഒരു റൊട്ടേഷൻ അല്ലേ വരുന്നത് അല്ലേ, ഒരു മൊമെൻ്റ് അല്ലേ വരുന്നത്. അപ്പം ഇവിടെ എടുക്കുവാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻ ദിസ് കേസസ് 1 അല്ലേ, ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ഞാനതൊന്ന് വരയ്ക്കുവാണ്. എങ്ങനെയാണ് വരുന്നത്, ജസ്റ്റ് ഇപ്പം ഈ ഒരു ഫിക്സഡ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. നമുക്കെന്താണ് ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് R1 എന്നും പറഞ്ഞാണ് വരുന്നത്. ഇനി എന്താണ്, ഇതാണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് നമ്മൾ എലമെൻ്റൽ കോർഡിനേറ്റ് വരയ്ക്കണം. എലമെൻ്റൽ കോർഡിനേറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നമുക്ക്, ഞാൻ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. അതുപോലെ എന്താണ് ഇവിടെയും ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇവിടെയും ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഞാനിതിനെ 1 എന്ന് നെയിം ചെയ്യുന്നു, 2 എന്ന് നെയിം ചെയ്യുന്നു, 3 എന്ന് നെയിം ചെയ്യുന്നു, 4 എന്ന് പറഞ്ഞു നെയിം ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് എലമെൻ്റൽ കോർഡിനേറ്റ്, ഇതാണ് എൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിച്ചു, SSC മാർക്ക് ചെയ്തു, EC മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഒരു പോർഷൻ, അതായത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണ് ഫിക്സഡ് ഹെൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണം. ഫിക്സഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ABയിൽ വേറെ ലോഡൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഫിക്സഡ് മൊമെൻറ്റ്സ് കാണത്തില്ല, 0 ആയിരിക്കും. BC സ്പാൻ എടുക്കുവാണെങ്കിൽ ഞാൻ 2 എൻഡ് ഫിക്സഡ് ആക്കി കാണിക്കുവാണ്. അവിടെ എന്താണ് നടുക്കായിട്ടൊരു 6 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സ്പാൻ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് മൊമെൻറ്റ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 2 മൊമെൻറ്റ്സ് കാണും അല്ലേ. WL/8 ആണ്, ഇവിടെ WL/8 ആണ്. ഈ ഒരു ഇക്വേഷൻ തെറ്റാതെ നോക്കണം. ഒരുപാട് പേര് മിസ്റ്റേക്സ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. WL/4 ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്, WL/2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ ഒരു ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ഞാൻ ഈ വീഡിയോയുടെ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം. അപ്പം WL/8 ആണ് അല്ലേ. WL/8 എന്ന് പറയുമ്പോൾ നമ്മുടെ W വരുന്നത് 6 ആണ്, ലെങ്ത് വരുന്നത് ടോട്ടൽ ലെങ്ത് ആണ് അല്ലേ. 6 × 6/8 ആണ് വരുന്നത്. ആൻസർ വരുന്നത് എത്രയാണ്, 5 ആണ് അല്ലേ. നമുക്ക് 4.5 ആണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 4.5 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇവിടെ എടുക്കുമ്പോൾ എന്താണ് 4.5, ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 4.5 കിലോ ന്യൂട്ടൺ മീറ്റർ. നമ്മുടെ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ആയി. ഇനി എന്താണ്, ഇത് നമുക്ക് ഇക്വലൻറ്റ് ജോയിൻറ്റ് ലോഡാക്കി മാറ്റാം. അതിനെ ഇക്വലൻറ്റ് ജോയിൻറ്റ് ലോഡാക്കി മാറ്റുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഫിഗർ ഞാൻ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുവാണ്. നമ്മുടെ ഫിഗർ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ 6 കിലോ ന്യൂട്ടനൊക്കെ തന്നെയാണ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആയിട്ട് മാറും. ഇവിടെ 4.5 വരും. അതുപോലെ ഇവിടെ എന്താണ് ഇവിടെ തിരിച്ച് വരും, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരും, 4.5 കിലോ ന്യൂട്ടൺ മീറ്റർ വരും. ഇനി എന്താണ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്. സിസ്റ്റം കോർഡിനേറ്റ്സ് നോക്കുമ്പോഴത്തേക്കും സിസ്റ്റം കോർഡിനേറ്റ് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അവിടെയും ഈ ഒരു B എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് നമുക്കൊരു മൊമെൻ്റ് അല്ലേ വരുന്നത്. നമുക്ക് B എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മൊമെൻ്റ് ആണ് നമുക്ക് വരുന്നത്, ലൈക്ക് ദിസ് അല്ലേ. ഇങ്ങനെ ഒരു മൊമെൻ്റ് അല്ലേ നമുക്ക് വന്നത്. അപ്പം അതിനെയാണ് ഞാൻ കറസ്പോണ്ട് ചെയ്ത് 4.5 ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് R1 വന്നേക്കുന്നത് അതല്ലേ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതെന്ത് വരും, നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരും, നമ്മുടെ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ആദ്യം നോക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഒന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുവാണ്. ആദ്യം വരുവാണെങ്കിൽ ഇവിടെ 0, അടുത്ത പോയിൻ്റ് എന്തുവാണ്, അടുത്ത പോയിൻ്റ് എടുക്കുമ്പോൾ അവിടെയും 0, ഇവിടെ എടുക്കുമ്പോഴത്തേക്കും എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 4.5, ഇവിടെ എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും, ദാറ്റ് ഈസ് 4.5 അല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു പടം ഞാനങ്ങ് വരച്ച് പോയതാണ്. അപ്പം ഈ ഒരു ഫിക്സഡ് മൊമെൻറ്റ് ഞാൻ ഓൾറെഡി നമ്മളെന്താണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് മൊഡ്യൂൾസിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമൊക്കെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എഴുതിപ്പോയത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു മൊഡ്യൂളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എഴുതി പോകാം. അപ്പോൾ ഫിക്സഡ് മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു, 0 0 -4.5 4.5 ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മുടെ 2 സ്റ്റെപ്പോളം കഴിഞ്ഞു. അതായത് നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു, ഈക്വൽ ആൻഡ് ജോയിൻറ്റ് ലോഡ് കണ്ടുപിടിച്ചു, എന്താണ് നമ്മൾ SSC മാർക്ക് ചെയ്തു, DOF കണ്ടുപിടിച്ചിട്ട് SSC മാർക്ക് ചെയ്തു, EC മാർക്ക് ചെയ്തു. ഇനി എന്താണ്, ഇനി അടുത്ത സ്റ്റിഫ്നെസ് മെട്രിക്സ് K കണ്ടുപിടിക്കുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മളെന്താണ് ബീംസിൽ കണ്ടുപിടിച്ച സെയിം ആണ്, 2EI/L × 2 1 1 2 എന്നും പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്പാനല്ലേ വരുന്നത്, നമുക്ക് AB വരും അതുപോലെ BC വരും. ABയുടെ ലെങ്ത് വരുന്നതാണ് 5 മീറ്ററാണ്. അപ്പോൾ 2EI/L × 2 1 1 2, അതായത് Lന് വരെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 2ഉം ഈ 5ഉം കൂടെ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ ആകുമ്പോൾ EI × 4/5 2/5 2/5 4/5 എന്ന് പറഞ്ഞു വരും. ഇനി when we consider the second span, that is BC, what is the length, that's a length എടുക്കുവാണെങ്കിൽ എത്രയാണ് 6 മീറ്റർ അല്ലേ. അപ്പം 2A/6 × 2 1 1 2. ഓക്കെ, ഞാൻ അവിടെയും എന്താണ് അകത്തോട്ട് 2ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, 2/6 ആണ്. അപ്പം 4/6 വരും. അതുപോലെ എന്താണ് ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ചെറിയ ഫോമിൽ എഴുതി വെക്കണം. അപ്പം EI × 2/3 1/3 1/3 2/3 എന്നും പറഞ്ഞ് വരും. ഓക്കെ, ഇനി എന്ത് വേണം, ഇനി ഇതിൻ്റെ ടോട്ടൽ അല്ലേ, ടോട്ടൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാം. അപ്പം നമുക്ക് ടോട്ടൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് Kനെ എങ്ങനെ എഴുതാം, ടോട്ടൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് K = നമുക്ക് ആദ്യം വന്ന എത്രയാണ്, നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് വരുന്നത് 4/5 അല്ലേ, 4/5 2/5, അടുത്ത 2 എലമെൻറ്റ് 0, ഇവിടെ 2/5 4/5, അടുത്ത 2 എലമെൻറ്റ് വീണ്ടും 0 0 0, പിന്നെ എത്രയാണ് വരുന്നത്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ, നമുക്ക് വരുന്നത് 2/3 1/3, ഈ ഫസ്റ്റ് 0 1/3 2/3 അല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് ടോട്ടലായിട്ടുള്ള എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് K കിട്ടി. ഇനി എന്ത് വേണം, ഇനിയിപ്പോൾ നമുക്ക് ബീറ്റയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ R1 = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താണ് അത് കണ്ടുപിടിക്കാം. അടുത്തപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ബീറ്റയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, R1 = 1 അല്ലേ, നമുക്കൊരു ഇതല്ലേ ഉള്ളൂ, ഒരു R1 = 1 അപ്ലൈ ചെയ്യാം. ഞാൻ ആ ഫിഗറിൽ കൊടുക്കുവാണ്. നമ്മുടെ മൊമെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലേ, നമുക്കിങ്ങനെയാണ് ആ 1 മൊമെൻറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ വരും, ഈ എൻഡ് ഫിക്സഡ് ആണ്, ഈ എൻഡും ഫിക്സഡ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കെന്താണ് പുറത്തോട്ടായിരിക്കും സാഗിങ് വരുന്നത് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു ഇത് സംഭവിക്കുന്ന പുറത്തോട്ടായിരിക്കും, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് പുറത്തോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ, ഇവിടെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അതുപോലെ ഈ ഒരു കേസ് എടുക്കുമ്പോഴോ, ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ഇത് അടുത്ത ആ മൊമെൻറ്റ് കറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കും അവിടെ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ, ഇവിടെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ 1, അതുപോലെ ഇവിടെയും 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഇവിടെ രണ്ട് എൻഡും ഫിക്സഡ് ആയതുകൊണ്ട് 2 എൻഡും 0 ആയിരിക്കും. ഓൾറെഡി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫ്രെയിമിൻ്റെ കേസിൽ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ബീറ്റയുടെ ആ ഒരു 2 വാല്യൂ എന്താ വരും, നമുക്ക് ബീറ്റ എങ്ങനെ വരും നോക്കാം. ബീറ്റ വരുമ്പോഴത്തേക്കും ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 0 അല്ലേ, എല്ലാം ക്ലോക്ക് വൈസ് അല്ലേ. ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ നമുക്ക് എന്താണ് ഒരു ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു കോളത്തിനെ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ബീമിനെ കോളത്തിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിനെ പുറത്തോട്ടായിരിക്കത്തില്ല, ഒരു ക്ലോക്ക് വൈസ് രീതിയിൽ, അതായത് പുറത്തോട്ടായിരിക്കും അതിനെ എന്താണ് തള്ളുന്നത്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ആകുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് താഴോട്ടായിരിക്കും വരുന്നത് അല്ലേ. ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയായിരിക്കും ആ ഒരു സിംഗിങ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ 0 1 1 0. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ജസ്റ്റ് ട്രാൻസ്പോസും കൂടെ എഴുതിയേക്കാം. ട്രാൻസ്പോസും കൂടെ എഴുതുമ്പോഴത്തേക്ക് എന്താണ് 0 1 1 0. അപ്പോൾ നമ്മളെന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക്
കെ കണ്ടുപിടിക്കണം. കെ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കെ എന്ന് പറയുമ്പോഴത്തേക്കും ബീറ്റ ട്രാൻസ്പോസ് എ ഇൻറ്റു സ്മോൾ കെ ഇൻറ്റു ബീറ്റ. ഓക്കെ, അപ്പം എന്താണ് നമുക്കിവിടെ എഴുതിക്കൂടെ? ബീറ്റ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ 0 1 1 0 ഇൻറ്റു നമ്മുടെ കെ എത്രയായിരുന്നു? നമുക്ക് EI ഇൻറ്റു 2/5 1/5 ആ ഒരു മെട്രിക്സ്. EI ഇൻറ്റു 4/5 2/5 ഞാൻ ജസ്റ്റ് താഴോട്ട് എഴുതാം. ഇൻറ്റു EI ഇൻറ്റു 4/5 2/5 2/5 4/5 ബാക്കി രണ്ട് എലമെൻസും 0. ഇവിടെ എന്താണ് 0. ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയുവാണ്. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 2/3 1/3 0 0 1/3 2/3. ഓക്കെ, ഇൻറ്റു ജസ്റ്റ് ഇങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴോട്ട് എഴുതുന്നത്. നിങ്ങൾ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എഴുതി പോകണം. ഇൻറ്റു ബീറ്റ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് 0 1 1 0 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി ഇതിന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് ഞാൻ ഒന്ന് പറയാം. EI ഇൻറ്റു 4/5 2/5 2/3 1/3. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എന്താണ് ക്യാപിറ്റൽ കെയുടെ വാല്യൂ വരുന്നത്. അപ്പം സിമ്പിൾ അല്ലേ? കെ ഇസ് ഈക്വൽ ടു എന്താണ് ബീറ്റ ട്രാൻസ്പോസ് എ ഇൻറ്റു ഓൾറെഡി ബീമിൻ്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ് ബീറ്റ ട്രാൻസ്പോസ് എ സ്മോൾ കെ ഇൻറ്റു ബീറ്റ എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് എന്താണ് നമുക്ക്? അതായത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തിനാണ്? ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇവിടെ കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. ഞാൻ ഈ രണ്ട് സെഷൻ്റെ കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ ആണ് EI ഇൻറ്റു 4/5 2/5 2/3 1/3 വന്നത്. ഇനി എന്താണ്? ഇനി കെ ഇൻറ്റു ബീറ്റ ഈ ഒരു പോർഷനായി. ഇനി ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു ഇത് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും നേരം ചെയ്തത് ഈ ഒരു രണ്ട് പോർഷനാണ്. ഓക്കെ, ഈ രണ്ട് മെട്രിക്സിനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ ആണ്, തെറ്റിക്കരുത്. കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ ആണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ഇൻറ്റു എന്താണ്? ഇനി ബി ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ട്രാൻസ്പോസ് അല്ലേ? 0 1 1 0 ഇൻറ്റു EI ഇൻറ്റു നമ്മുടെ ഈ മെട്രിക്സ് 4/5 2/5 2/3 1/3. ഓക്കെ, ഇത് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത് EI ഇൻറ്റു നമ്മൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് EI ഇൻറ്റു 1.467 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്ന കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? EI ഇൻറ്റു 1.467. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് എനിക്ക് കണ്ടുപിടിച്ചൂടെ? ഇൻവേഴ്സ് ആണെങ്കിൽ എന്താണ്? കെ ഇൻവേഴ്സ്. അതായത് നമുക്കിനി R അല്ലേ കണ്ടുപിടിക്കേണ്ടത്. R കണ്ടുപിടിക്കണമെങ്കിൽ R ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു P ആണ്. ഓക്കെ, ലോഡ് മെട്രിക്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? 1/EI ഇൻറ്റു എന്താണ് 1.467. ഓക്കെ, ഇനി എന്ത് വേണം? നമുക്ക് R വേണം. R ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു P. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? R ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് P അല്ലേ? R ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു P. നമ്മുടെ ലോഡ് മെട്രിക്സ് ഞാൻ നേരത്തെ എഴുതിയില്ലാന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് P ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? നമുക്ക് അവിടെ കിട്ടിയത് നമ്മുടെ ആ ഒരു R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ മൊമെൻ്റ് എത്രയായിരുന്നു? 4.5 ആണ്. അപ്പോൾ നമ്മുടെ P മെട്രിക്സ് എന്ന് പറയുന്നത് 4.5 ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലോഡ് മെട്രിക്സ് ആദ്യം മെൻഷൻ ചെയ്തില്ലായിരുന്നു. നമ്മൾ ഫിക്സഡ് മൊമെൻ്റ് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ Pയുടെ വാല്യൂ 4.5 ആണ്. അപ്പോൾ R ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് P. കെ എത്രയാണ്? 1/1.467 EI ആണ് വരുന്നത്. ഇൻറ്റു എത്രയാണ്? 4.5 ആണ് വരുന്നത്. നമുക്ക് ആൻസർ 3.068/EI എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും ആറിൻ്റെ വാല്യൂ. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 3.068/EI കിട്ടി. ഇനി 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ക്യാപിറ്റൽ Q വേണം. ക്യാപിറ്റൽ Q ആണെങ്കിൽ സ്മോൾ കെ ഇൻറ്റു ബീറ്റ ഇൻറ്റു R ആണ് അല്ലേ? ഈ കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ലേ? നമ്മൾ കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എഴുതുവാണ്. കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു 2/5 4/5 2/3 1/3 അല്ലേ? ഇൻറ്റു EI ഇൻറ്റു 3.068/EI. അപ്പോൾ ആ ഒരു EI ഇവിടുത്തെ EI കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് അടുത്ത വരുന്നത് എത്രയാണ്? 2/5 ഇൻറ്റു 3.06 വരുമ്പോൾ 1.2272 2.544 2.06 1.012 എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ്? ക്യാപിറ്റൽ Q കിട്ടി. ഇനി എന്താണ് ഫൈനൽ സ്റ്റെപ്പ്? ഫൈനൽ ആൻഡ് മൊമെൻറ്റ്സ് വേണം അല്ലേ? ഫൈനൽ മൊമെൻറ്റ് വേണമെങ്കിൽ എന്ത് വേണം?
FEM പ്ലസ് Q ആണ്. ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചില്ലായിരുന്നോ? ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും MAB, MBA, MBC, MCB. ഓക്കെ, 0, 0, -4.5, 4.5 നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചായിരുന്നു. പ്ലസ് ഇപ്പോൾ കിട്ടിയ 1.2272, 2.54, 2.06, 1.012. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫൈനൽ ആൻഡ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രെയിം എടുത്താലും ബീം എടുത്താലും എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിം ആണ്, സെയിം സ്റ്റെപ്സ് ആണ് വരുന്നത്. നമുക്കപ്പോൾ ഇതൊരു എന്താണ് സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിമിൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഇവിടെ എന്താണ് നമുക്ക് ബേസിക്കലി ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരുന്നു വന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് നമ്മൾ മൊമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്താ അതിൻ്റെ ഫൈനൽ ആൻഡ് മൊമെൻറ്റ് വരെ കണ്ടുപിടിച്ചു. ഇനി എന്താണ് നമുക്ക് ഫ്രെയിമിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു പ്രോബ്ലം കൂടെ വർക്കൗട്ട് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ABC. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ്, പക്ഷേ എന്താണ് ഇവിടെ BC എന്ന് പറയുന്ന സ്പാനിൽ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 2 kN/m ആണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നേക്കുന്നത്. AB എന്ന് പറയുന്ന സ്പാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ എത്രയാണ്? അവിടെ മൊത്തത്തിലെടുക്കുന്ന 5 മീറ്ററാണ് ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 3 മീറ്റർ മാറിയിട്ടൊരു 5 kN ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. C എന്ന് പറയുന്ന ഇവിടെ വ്യത്യാസം എന്താണ്? ഇവിടെ റോളർ സപ്പോർട്ടാണ് അല്ലേ. അപ്പോൾ അവിടെയും ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അപ്പോൾ മൊത്തം കേസ് എടുക്കുവാണെങ്കിലോ, ഇവിടുത്തെ മൊത്തം കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് വരുന്നത്? 3 അല്ലേ വരുന്നത് അല്ലേ. ഈ ഒരു പോയിന്റിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരുന്നുണ്ട്, ഒരു റൊട്ടേഷൻ വരും. അതുപോലെ ഇവിടെ റോളർ ആയതുകൊണ്ട് അവിടെയും ഒരു റൊട്ടേഷൻ വരും അല്ലേ. മൊത്തത്തിൽ എത്രയാണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ് വരുന്നത്. ഇവിടെ ഒരു റൊട്ടേഷൻ, ഇവിടെയും എന്താണ്, ഇവിടെയും ഒരു റൊട്ടേഷൻ വരും. ഇവിടെ എന്താണ് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വരും. അപ്പോൾ ഞാൻ R1 എന്ന് വിളിക്കുന്നു, R2 എന്ന് വിളിക്കുന്നു, R3 എന്ന് വിളിക്കുന്നു. നമ്മുടെ സ്ട്രക്ചറൽ കോർഡിനേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എലമെൻറ്റ് കോർഡിനേറ്റ് വരയ്ക്കാം അല്ലേ. എലമെൻറ്റ് കോർഡിനേറ്റ് വരയ്ക്കുമ്പോഴത്തേക്കും 1, 2, 3, 4. ഓക്കെ, നമുക്ക് അതിൻ്റെ എലമെൻറ്റ് കോർഡിനേറ്റും ആയിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എന്താണ് ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണം. ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പം ഈ ഒരു കേസ് വരും. കാരണം എന്താണ്, ഇതൊരു ജോയിൻ്റ് അല്ല അല്ലേ. നമ്മളിതൊരു ജോയിൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് കൺസിഡർ ചെയ്യണം. പക്ഷേ ഇതൊരു ജോയിൻ്റ് അല്ല. അപ്പോൾ ഇതൊരു ഈ ഒരു സ്പാൻ ASB എന്ന് പറയുന്ന ഒരു സ്പാനാണ്. അതുപോലെ ഇവിടെ BC എന്ന് പറയുന്ന സ്പാനാണ്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പം AB എന്ന് പറയുന്ന സ്പാൻ എടുക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് 3 മീറ്റർ മാറിയിട്ടല്ലേ, 3 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ മാറിയിട്ട് നമുക്ക് എത്രയാണ് 5 kN എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു BC എന്ന് പറയുന്ന സ്പാൻ എടുക്കുവാണെങ്കിൽ അവിടെ എന്താണ് ഒരു 2 kN അല്ലേ. അതാണ് അതിൻ്റെ സ്പാൻ ലെങ്ത് വരുന്നത് 6 മീറ്ററാണ്. അവിടെയും എന്താണ് നമുക്കൊരു ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അല്ലേ, ഫിക്സഡ് മൊമെൻറ്റ്. ഇവിടെ എടുക്കുമ്പോൾ ഇവിടെയും ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരും. ഇവിടെ എന്താണ് ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരും. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഈ ഒരു സ്പാൻ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ AB, അതായത് നമുക്ക് എന്താണ് രണ്ടും ഡിഫറൻറ്റ് സ്പാനാണ്, ദാറ്റ് മീൻസ് ലെങ്ത് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് ഫിക്സഡ് മൊമെൻറ്റ്സിൻ്റെ കേസ് WA²B/L² WAB²/L² ആണ് വരുന്നത്. അതുപോലെ എന്താണ് റിയാക്ഷൻ വരുന്നത് WA/L WB/L ആണ് വരുന്നത്. നമുക്ക് എത്രയാണ് WAB²/L² ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 5.4 കിട്ടും, ഇവിടെ ക്ലോക്ക് വൈസിൽ 3.6 കിട്ടും. WA/L WB/L എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് 3ഉം 2 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തെടുക്കുമ്പോഴത്തേക്കും UDL ആണ് അല്ലേ. UDL ആകുമ്പോഴത്തേക്ക് WL²/12 ആണ് ഫിക്സഡ് മൊമെൻറ്റ്സ് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും വരും. അവിടെ എന്താണ് നമുക്ക് എടുക്കുമ്പോൾ 6 kN ആയിട്ട് കിട്ടും. അതുപോലെ ഇപ്പുറത്തും 6 kN ആയിട്ട് കിട്ടും. ആ റിയാക്ഷൻസ് നമുക്ക് എത്രയാണ് 6 ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലേ. മൊത്തം സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ് 6 മീറ്ററാണ്. ഇവിടെ നമുക്ക് റിയാക്ഷൻസ് കിട്ടിയത് 6 kN വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, അതിന് നമുക്ക് ആ ഒരു ഈക്വലൻ്റ് ജോയിൻറ്റ് ലോഡാക്കി മാറ്റാം. ഈക്വലൻ്റ് ജോയിൻറ്റ് ലോഡ് ആക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അവിടെ റിവേഴ്സ് ചെയ്യണം അല്ലേ. ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കണം, ആൻറ്റി ക്ലോക്ക് വൈസിനെ ക്ലോക്ക് വൈസ് ആക്കണം. ഇവിടെ ഉണ്ടായിരുന്ന എന്താണ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 2.4 ആണേ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ ക്ലോക്ക് വൈസ് ആക്കി മാറ്റി, ഇവിടെ ഉള്ള ക്ലോക്ക് വൈസിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കി മാറ്റി. ഈ എന്താണ് രണ്ട് അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ ഡൗൺവേർഡ് ആക്കി, അതായത് ഓപ്പോസിറ്റ് സൈഡിലോട്ടാക്കി 3 വെച്ചിട്ട് വന്ന് ഇവിടെയും അപ്വേർഡ് ഫോഴ്സിനെ ഡൗൺവേർഡ് ആക്കി ആൻറ്റി ക്ലോക്ക് വൈസിനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആക്കി മാറ്റി. ഇനി എന്താണ്, ഇനി നമുക്ക് ഈ ഒരു EGL നിന്നും നമുക്ക് ആവശ്യമുള്ള മെട്രിക്സ് നമ്മുടെ ഫിഗറിലോട്ട് ആവശ്യമുള്ള R1 R2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താണ് ഒരു R1 എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട് 3 ഉണ്ട് അല്ലേ.
ഇനി എന്താണ് നമുക്കിവിടെ ഒരു R2 എന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ട്. R2 മൊമെൻ്റ് എന്താണ് വരുന്നത്? ഇങ്ങോട്ടൊരു 3.6 ഉണ്ട്, ഇങ്ങോട്ടൊരു 6 ഉണ്ട് അല്ലേ. 3.6 എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, 6 എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം 6 - 3.6 നമുക്ക് ചെയ്യാം. 6 - 3.6 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് എത്രയാണ്? നമുക്ക് 2.4 ആണ് കിട്ടുന്നത് അല്ലേ. 2.4 നമുക്ക് കിട്ടും. അതെന്താണ്? വലിയ ഡയറക്ഷൻ ഏതാണ്? 6ൻ്റെ അല്ലേ. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് 2.4. ഇനി എന്താണ്? ലാസ്റ്റ് ഈ ഒരു പോർഷൻ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് വന്നേക്കുന്നത് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ എന്താണ്? 6 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മുടെ പി മെട്രിക്സ് ചെയ്തുവിടെ. പി മെട്രിക്സ് എടുക്കുവാണെങ്കിൽ R1 കറസ്പോണ്ടിങ് സെയിം ഡയറക്ഷൻ, വേർ ഇസ് നോ ചേഞ്ച്. സോ 3 ഇവിടെ എടുക്കുമ്പോഴും അവിടെയും എന്താണ് നമ്മുടെ കറസ്പോണ്ടിങ് ആ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ സെയിം അല്ലേ. നമുക്ക് ക്ലോക്ക് വൈസ് കാണുമ്പോൾ 2.4 ഇവിടെ എടുക്കുമ്പോൾ മാത്രം ഓപ്പോസിറ്റ്. നമുക്ക് നമ്മുടെ ഫിഗർ അനുസരിച്ചിട്ട് നമ്മുടെ R3 എന്താണ്? ക്ലോക്ക് വൈസ് ആയിരുന്നു അല്ലേ. ഇതായിരുന്നു നമ്മുടെ R3. ഇവിടെ എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇടുമ്പം -6. ഓക്കെ, നമ്മുടെ എന്തായി? നമ്മുടെ ലോഡ് മെട്രിക്സ് ആയി. ഇനി എന്ത് വേണം? ഫിക്സഡ് മൊമെൻ്റ് കണ്ടുപിടിച്ചു, ഇക്വലൻ്റ് ജോയിൻ ലോഡ് ആക്കി, നമ്മുടെ DOF മാർക്ക് ചെയ്തു, SCയും ECയും മാർക്ക്. ഇനി എന്താണ്? നമുക്ക് K വേണം, അതുപോലെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ബീറ്റ വേണം. ലാസ്റ്റ് നമുക്ക് R കണ്ടുപിടിച്ച് Q വരെ കണ്ടുപിടിക്കും. എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് K എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം KAB എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? 2A/L × 2,1,1,2 അല്ലേ. അപ്പം നമുക്ക് എന്താ Lൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം EA × നമുക്ക് ആ ഒരു സ്പാനിൽ വരുന്ന എനിക്ക് 2 + 3 5 മീറ്ററാണ് നമ്മുടെ ആ ലെങ്ത് വരുന്നത്. അപ്പം 4/5 2/5 2/5 4/5 എന്ന് പറഞ്ഞാണ് വരുന്നത്. KABI KBC ആകുമ്പോഴത്തേക്ക് എന്താണ് അവിടെ വരുന്നത്? 6 മീറ്ററാണ്. അപ്പം 2A/6 × 2,1,1,2 ആണ് വരുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/6 2/6 2/6 4/6 എന്നാണ് വരുന്നത്. അപ്പം K മെട്രിക്സ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ഫുൾ അറേഞ്ച് ചെയ്യാം. അപ്പോഴത്തേക്ക് എന്താണ് ഇതിനെല്ലാം നമ്മൾ പോയിന്റ് ആക്കി ചെയ്തേക്കും. 0.8 0.4 0.4 0.8 0.67 0.33 0.33 0.67 × EA ആയിട്ട് നമ്മൾ K മെട്രിക്സിനെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി നമുക്ക് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് നമുക്ക് ഫിക്സഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മൾ സ്മോൾ Kയും കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ബീറ്റ വേണം അല്ലേ. ബീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്താണ്? ക്യാപിറ്റൽ K വേണം, R വേണം. അപ്പം ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ R1 = 1 അപ്ലൈ ചെയ്യണം, അതുപോലെ എന്താണ് R2 = 1 അപ്ലൈ ചെയ്യണം, R3 = 1 അപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെയാണ്? R1 = 1 അപ്ലൈ ചെയ്യാം. അതെന്താണ്? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിരുന്നു. ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? താഴോട്ടായിരിക്കും അല്ലേ സിങ്കിങ് സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കില്ല. അപ്പോൾ ഇതൊരു ക്ലോക്ക് വൈസ് രീതിയിലാണ് കറങ്ങുന്നത് സംബന്ധിച്ചാൽ താഴോട്ട് കൊടുക്കുമ്പോൾ സിങ്കിങ് വരുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷനിലായിരിക്കും. നമുക്ക് വരുന്നത് എത്രയാണ്? -1/L1 -1/L1 0 0 ആയിരിക്കും വരുന്നത് അല്ലേ. ഇവിടെയൊക്കെ 0 അല്ലേ. നമുക്ക് ആകെ 2 പോയിൻറ്റ്സിൽ ഈ ഒരു ബീമിലല്ലേ, ഈ ഒരു കോളത്തിലല്ലേ അതിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. ഈ ഒരു നമ്മൾ ആ ഒരു പടം നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്കിപ്പം. ഇതാണ് ആ കോളമെങ്കിൽ ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെയല്ലേ വ്യത്യാസം വരത്തുള്ളൂ. ഈ ഒരു ഏരിയയിൽ എന്താണ് വലിയൊരു എഫക്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിങ്കിങ് വരുമ്പോൾ നമുക്കറിയാം -1/L1 അല്ലേ. -1/L1 -1/L1 ഓക്കെ. ഇവിടെ മൊത്തം 5 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു സ്പാൻ എടുക്കുവാണെങ്കിൽ എന്താണ്? ഇങ്ങോട്ടാണ് സിങ്കിങ് വന്നേക്കുന്നത്. ബേസ് ലൈനിലോട്ട് വരണമെങ്കിൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത് അല്ലേ. ഇപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പം എന്താണ്? നമുക്ക് മൈനസ് ആയിരിക്കും വരുന്നത്. ഇനി അപ്പുറത്ത് ഈ സൈഡ് എടുക്കുവാണെങ്കിലോ, ഈ ഒരു സൈഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്? സിങ്കിങ് വരുന്നത് താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? അവിടെയും എന്താണ്? നമുക്ക് മുകളിലോട്ട് വരണം അല്ലേ. ഈ ഒരു ബേസ് ലൈനിലോട്ട് വരണമെങ്കിൽ അവിടെയും എന്താണ്? ഈ ഒരു പോർഷനിലും എന്താണ്? നമ്മൾ ഇതാണ് ബേസ് ലൈൻ കൺസിഡർ ചെയ്തത്. ഇവിടെ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം -1/5 ആ ലെങ്ത് ആണ് L1. അപ്പോൾ -1/5 -1/5 0 0 വരും. ഈ ഒരു കേസ് എടുക്കുമ്പോഴോ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കേസുകളാണ് അല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് സിങ്കിങ് വരും, ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് സിങ്കിങ് വരും. എല്ലാം എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ 0 1 1 0 ഡൗട്ടില്ലല്ലോ. അതെപ്പോഴും നമ്മൾ ചെയ്യുന്നതല്ലേ. 0 1 1 0. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ ഇല്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉള്ളൂ. അപ്പം ഇങ്ങോട്ടല്ലേ ഒരു വരത്തുള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ലേ വരത്തുള്ളൂ. അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? 0 0 0 1 ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താണ്? നമ്മുടെ ബീറ്റയായി. ഇനി എന്താണ്? ബീറ്റ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ബീറ്റ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ക്യാപിറ്റൽ K കണ്ടുപിടിക്കാം. യെസ്, നമുക്ക് എന്താണ്? K വേണം അല്ലേ. ക്യാപിറ്റൽ K = ബീറ്റ ട്രാൻസ്പോസ് K × സ്മോൾ k × ബീറ്റ. ബീറ്റ ട്രാൻസ്പോസിൻ്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. -1/5 -1/5 0 0 0 1 1 0 0 0 1 ഓക്കെ. ഇനി എന്ത് വേണം? സ്മോൾ k × ബീറ്റ മൾട്ടിപ്ലൈ ചെയ്യണം. Kയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ബീറ്റയുടെ വാല്യൂ ഉണ്ട്. ഞാൻ ഫൈനൽ ആൻസറാണ് എഴുതിയേക്കുന്നത്.
EI into minus 0.24, 0.40, minus 0.24, 0.80, 0.67, 0.33, 0.33, 0.67. ഓക്കെ, ഇനി എന്താണ് കെയുടെ വാല്യൂ? കെ ബീറ്റ, അതായത് ബീറ്റ ട്രാൻസ്പോസ് എ ഇൻറ്റു ഈ മെട്രിക്സ്, ബീറ്റ ട്രാൻസ്പോസ് എ ഇൻറ്റു ഈ മെട്രിക്സ്. അപ്പം EI ഇൻറ്റു 0.096 മൈനസ് 0.240 മൈനസ് 0.24, 1.47, 0.33, 0.33, 0.67 ആയിട്ട് നമുക്ക് കിട്ടി. എന്തായി? നമ്മുടെ കെയുടെ വാല്യൂ നമ്മുടെ കിട്ടി. ഇനി എന്ത് വേണം? കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്താണ്? കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം അല്ലേ? കെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് R = K ഇൻവേഴ്സ് ഇൻറ്റു പി ചെയ്യാം. അപ്പോൾ കെ ഇൻവേഴ്സിൻ്റെ വാല്യൂ ഞാനിവിടെ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1/A ഇൻറ്റു 19.25, 3.533, 1 മൈനസ് 1.74, 3.533, 1.413, മൈനസ് 0.696, മൈനസ് 1.74, മൈനസ് 0.696, 1.8354. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ കെ ഇൻവേഴ്സിൻ്റെ വാല്യൂ ഇനി എന്താണ്? നമുക്ക് ഈ ഒരു കെ ഇൻവേഴ്സ് ഇൻറ്റു നമ്മുടെ പി മെട്രിക്സ്. ഓക്കെ, പി മെട്രിക്സ് നമുക്കറിയാമല്ലോ, R1-ഉം R2-നും R3-നും ഒക്കെ കറസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ എഴുതിയ പി മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പം R = K ഇൻവേഴ്സ് ഇൻറ്റു ഈ കെ ഇൻവേഴ്സ് ഇൻറ്റു ആ പി മെട്രിക്സ്. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് എന്താണ് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെട്രിക്സ് സോൾവ് ചെയ്തെടുക്കാം. ആൻസർ വരുന്നത് എന്താണ്? 1/A ഇൻറ്റു 76.67, 18.17, മൈനസ് 17.90 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 വരെ കണ്ടുപിടിച്ചു അല്ലേ? ഇനി എന്താണ് ബാക്കിയുള്ളത്? നമുക്കിനി ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? കെ ഇൻറ്റു സ്മോൾ കെ ഇൻറ്റു ബീറ്റ. ഓക്കെ, സ്മോൾ കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് എന്താണ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പം ഈ കെ ഇൻറ്റു ബീറ്റ ഇവിടെ ചെയ്തിട്ടേക്കണം കറക്റ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഉപയോഗിക്കാം. കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ നമ്മുടെ കയ്യിൽ ഓൾറെഡി കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? സ്മോൾ കെ ഇൻറ്റു ബീറ്റ നമ്മുടെ കയ്യിലുണ്ട് ഇൻറ്റു R, ഈ കിട്ടിയ മെട്രിക്സ്. ഓക്കെ, അപ്പം കെ ഇൻറ്റു ബീറ്റ നമ്മുടെ ഉണ്ട്, ഇതേ ഇൻറ്റു ഇത് ചെയ്യാം. അപ്പം ഇഐയും ക്യാൻസലായി പോയിട്ട് എന്താ നമുക്ക് ക്യൂയുടെ വാല്യൂ കിട്ടും. ഇനി എന്താണ് വേണ്ടത്? അപ്പോൾ എപ്പോഴും ഇത് സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ഈ ഒരു കെ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ നമ്മളത് മാറ്റിയിട്ടേക്കണം. നമുക്ക് എന്താണ് ഈ ക്യൂയുടെ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് എന്താണ്? ഇനി നമുക്ക് ഫൈനൽ ആൻഡ് മൊമെൻറ്റ്സ് വേണം അല്ലേ? ഫൈനൽ ആൻഡ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ Q പ്ലസ് FEM അല്ലേ? FEM നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ആ ഫൈനൽ മൊമെൻറ്റ്സിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് അല്ലേ, ഫൈനൽ ആൻഡ് മൊമെൻറ്റ്, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പും എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫൈനൽ മൊമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് FEM പ്ലസ് Q ആണ് അല്ലേ? MAB ഉണ്ട്, MBA ഉണ്ട്, BC ഉണ്ട്, അതുപോലെ MCB ഉണ്ട് അല്ലേ? 4 ഇതല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്താണ് ക്യൂവും കിട്ടി. FEM പ്ലസ് Q ആണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച FEM ആണ് -2.4, 3.6, -6 അല്ലേ? ഇപ്പം നമുക്ക് കിട്ടിയ ക്യൂയുടെ വാല്യൂ ആണ് -11.32, 3.864, 6.264, 5.996, -5.996. എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആൻഡ് മൊമെൻറ്റ്സ് കിട്ടുന്ന -13.72, -0.244, 0.2640 എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് ഫൈനൽ ആൻഡ് മൊമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രെയിമിൻ്റെ കേസ് എടുത്തപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ വന്ന എന്താണ്? ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ കേസും ഈ ഒരു പ്രോബ്ലത്തിന് വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു UDLും വന്നിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഒരു പോയിന്റ് ലോഡും വന്നിരുന്നു. അപ്പം അതിനെ കറസ്പോണ്ട് ചെയ്തിട്ട് എന്താണ് ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു, ഇക്വലൻറ്റ് ജോയിൻറ്റ് ലോഡ് ആക്കി എന്താണ് വീണ്ടും അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ചെയ്തത്. അതിൻ്റെ എന്താണ് സ്ട്രക്ചറൽ കോർഡിനേറ്റും അതുപോലെ എന്താണ് എലമെൻറ്റ് കോർഡിനേറ്റ്സും ഒക്കെ മാർക്ക് ചെയ്തു. അതിനുശേഷം വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം തന്നെയാണ്. ബീം ആണെങ്കിലും എന്താണ് ഫ്രെയിം ആണെങ്കിലും ഒക്കെ സെയിം ആണ്. ട്രസ് എടുക്കുമ്പോൾ കേസിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരും. അപ്പോൾ ഇനി അത് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ട്രസ് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രസ് എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു, അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ ചൂസ് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ട്രസ്സിൻ്റെ കേസിൽ വരും. അപ്പോൾ ഫ്രെയിമും ബീമും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഫ്രെയിമിനകത്ത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത ബേസിക് ആയിട്ടുള്ള ഡയഗ്രാമാണ്. ഇപ്പോൾ ഈ പഠിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൈനലായിട്ട് ചെയ്തത്, അതായത് UDLും പോയിന്റ് ലോഡും കൂടെ വരുന്ന അത്യാവശ്യം യൂണിവേഴ്സിറ്റിയൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഫ്രെയിമിൽ ഇനിയിപ്പം വരാൻ ചാൻസ് ഉള്ള ഇതിൽ രണ്ടും വന്ന കേസാണ്. ഇതിനകത്ത് എന്താണ് UDLും വന്നിരുന്നു, പോയിന്റ് ലോഡും വന്നിരുന്നു. ഫ്രെയിമിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതെങ്കിൽ ഇതേപോലെ ഒരു പ്രോബ്ലം മിഡ് പോയിന്റ് ആയിട്ട് തരാം. ഇതിപ്പോൾ നമുക്ക് എന്താണ് 3 മീറ്റർ മാറി, അതായത് ഒരു മിഡിലല്ലല്ലോ തോന്നുന്നു. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ട് തരാം, ആ ലോഡിങ് കണ്ടീഷൻ മാറ്റി തരാം. അല്ലെങ്കിൽ ചില കേസുകളിൽ എന്താണ് UDL മാത്രമായിരിക്കും തരുന്നത്, ബാക്കി 2 സ്പാനിലും പ്രത്യേകിച്ച് ലോഡിംഗ് ഒന്നും കാണില്ല. അപ്പം ഫ്രെയിമിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളും എന്താണ് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഇതുപോലെ കിട്ടുന്നതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്കും ഇനിയിപ്പം യൂണിവേഴ്സിറ്റി എക്സാം അടുപ്പിച്ച് നമുക്ക് എന്താണ് ഒരു റിവിഷൻ സെക്ഷൻ പോലെ നമ്മൾ എന്തായാലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രെയിമിൻ്റെ ഒരു കണ്ടീഷനും നമ്മൾ ഫ്രെയിമിൻ്റെ എന്താണ് എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സും ഇവിടെ നമ്മൾ
ഒരുവിധം പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് മൊഡ്യൂൾ 4 ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രസ്സാണ്. ഓക്കെ, ട്രസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. നമ്മൾ ബീമും ഫ്രെയിമും പോലെയല്ല, ചെറിയൊരു വേരിയേഷൻ, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം യൂണിവേഴ്സിറ്റി എക്സാംസിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്തു പോകുന്നത്.